ഹലോ, അസ്സലാമു അലൈക്കും. കോഴിപ്പാടിനാണ്. അപ്പോൾ നോമ്പ് കഴിഞ്ഞു, പെരുന്നാൾ കഴിഞ്ഞു, ഒക്കെ കഴിഞ്ഞു. ഇനി എല്ലാവരും തുണിപ്പാൻ പറ്റുന്ന പണിക്കൊക്കെ നോക്കുക. അപ്പോൾ ഇന്നലെ ഇറങ്ങേണ്ടത് ഇന്നലെ ഇറങ്ങാൻ പറ്റിയില്ല. ഇന്നലെ ചെറിയ ഹോസ്പിറ്റൽ കേസൊക്കെ ആയിട്ട് അങ്ങനെ പോയി. ഏതായാലും ഇൻഷാല്ലാ വീണ്ടും ഹെൽമെറ്റ് റിപ്പയർ ചെയ്യേണ്ട ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇൻഷാല്ലാ പറ്റുന്നുണ്ടെങ്കിൽ വണ്ടി ഒന്ന് മാറ്റണം. വണ്ടി മാറ്റിയാൽ ഞാനിപ്പോൾ നാളെ നോമ്പിനെ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു, നോമ്പ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഏതെങ്കിലും ഒരു സ്ഥലത്ത് 2-3 ദിവസം നിൽക്കണം എന്നുള്ളത്. അപ്പോൾ നമുക്ക് നിൽക്കണമെങ്കിൽ ഇപ്പോൾ പ്രയാസമാണ്. കാരണം നമുക്ക് സാധനങ്ങൾ ഇപ്പോൾ കുറച്ച് ശരിക്കും കുറവാണ്, ഹെൽമെറ്റുകൾ കുറവാണ് ഇപ്പോൾ. കാരണം എന്താ വെച്ചാൽ ഞാൻ ഇപ്പോൾ വീഡിയോയിൽ നിങ്ങൾ കണ്ടു പഞ്ചായത്ത് വണ്ടി പഞ്ചായത്ത് വെള്ളമുള്ളത് കാറാണ്. അപ്പോൾ വണ്ടിയൊക്കെ ഒന്നുകൂടി മാറ്റി കുറച്ച് ഐറ്റംസ് സാധനങ്ങൾ ഇറക്കിയിട്ട് വേണം നമുക്ക് സാധനം എവിടെയെങ്കിലും നിൽക്കണമെങ്കിൽ. അപ്പോൾ ഇൻഷാല്ലാ നമുക്കൊരു വണ്ടി കിട്ടിയിട്ട് വേണം ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, വണ്ടി കിട്ടിയിട്ട് നമുക്ക് ഒരു സ്ഥലത്ത് 2-3 ദിവസം നിൽക്കുന്നില്ല പ്ലാനിലാണ്. അപ്പോൾ ഞാൻ എന്താ ദിവസം തന്നെ പറയാം, 2 ദിവസം 3 ദിവസം ഇവിടെ ഉണ്ടെന്നുള്ളത് ഞാൻ പറയും. കാരണം എന്താ വെച്ചാൽ കുറച്ച് ദിവസം മുന്നേ ആൾക്കാർ വിളിച്ചിരുന്നു നാളെ എവിടേക്കാന്ന് ചോദിച്ചിരുന്നു. അപ്പോൾ സത്യം പറഞ്ഞാൽ ഞാനിങ്ങനെ പറഞ്ഞു, ആദ്യത്തെ ദിവസം കൺഫേം അല്ല എന്നുള്ളത്. അപ്പോൾ ഞാൻ ഇപ്പം ഇവിടെ മേലാറ്റൂരല്ല, ഇവിടെ കേക്ക് പാണ്ടിക്കാടിൻ്റെ ഇതിൻ്റെ ഉള്ളിലുള്ള സ്ഥലമാണ്, ചോലക്കുളത്തിന് മുമ്പുള്ള സ്ഥലത്തൊക്കെ ഇന്ന് ഇവിടെ നിൽക്കണത്. അപ്പോൾ അതാണ് സംഭവം. അപ്പോൾ 2-3 ആൾക്കാർ വിളിച്ചാണ് ചോദിച്ചതിന് എന്നോട് നാളെ എവിടേക്കാരും ചെറിയ കംപ്ലയിൻ്റ് ഉണ്ടെന്നില്ല. പിന്നെ കടിക്ക് വരാൻ പറയും, അങ്ങനെ പറഞ്ഞതുണ്ട്. ഏതാണെന്ന് ഇൻഷാല്ലാ അപ്പോൾ ഒന്ന് വീണ്ടും ഇറങ്ങിയിരിക്കുകയാണ്. ഇന്നത്തെ ദിവസം എങ്ങനെയാണെന്നുള്ളത് നമുക്കറിയില്ല. അടുത്ത് ഇപ്പോൾ ഒരു ക്ലൈൻറ്റ് വന്നിരുന്നു. അപ്പോൾ ഹെൽമെറ്റിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ സ്റ്റഡിൻ്റെ ഫുൾ ഹെൽമെറ്റാണ്, ഡിലക്സാണ് ടൈപ്പ് ഹെൽമെറ്റാണ്. ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ഇത് ഹെൽമെറ്റ് ഇങ്ങനെ ഉപയോഗിക്കുന്ന നേരത്ത് കുയിൽ ചാടുമ്പോഴും അതേപോലെ റണ്ണിങ്ങിലോ അല്ലെങ്കിൽ അമ്പൊക്കെ ചാടുമ്പോൾ ഈ ഗ്ലാസ് ഇങ്ങനെ ചാടുക എന്നാണ് പറഞ്ഞത്, പെട്ടെന്ന് ഇങ്ങനെ ചാടുക. ഇതിപ്പോൾ ഈ ഹെൽമെറ്റിനല്ല, ഏകദേശം എല്ലാ ഹെൽമെറ്റ് വരുന്ന കംപ്ലയിൻ്റ് ആണ്. അപ്പോൾ നമുക്കത് ശരിയാക്കി കൊടുക്കാം. കാരണം എന്താ വെച്ചാൽ ഇതിൻ്റെ പുറത്ത് കൊടുക്കണ ഈ ലോക്കുണ്ട്, ഇത് സാധാരണ ഒരു പ്ലാസ്റ്റിക് ടൈപ്പ് ലോക്കാണ് വരിക. ഇത് ഇങ്ങോട്ട് ഇവിടെ വരിക, ഇവിടെ തന്നെ. പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ വരുന്നത് എന്ന് പറഞ്ഞാൽ ഇരുമ്പിൻ്റെയാണ് വരുന്നത്. അപ്പോൾ അതിമക്ക് നമ്മൾ സാധാ ഇതിമക്ക് കൊടുക്കണം, സാധാ ബോൾട്ട് ഇതന്നെ കൊടുക്കണം. അത് കൊടുത്താലുള്ളൂ അത് ക്ലിയർ ആയിട്ട് നിൽക്കുള്ളൂ. ഞാൻ കാണിച്ചു തരാം, ഇത് ഫിറ്റ് ആക്കിയിട്ട് ഞാൻ കാണിച്ചു തരാം അത് എങ്ങനെ എത്രത്തോളം ടൈറ്റ് ഉണ്ടാവുന്നില്ല. അപ്പോൾ നമ്മളിത് ഫിറ്റാക്കിക്കണേ, അതിന് ഫിറ്റാക്കിയിട്ട് ശേഷം ഇത് കാണിച്ചു തരാം. അപ്പോൾ കണ്ടത് നമ്മളിത് കൊടുത്ത് ഇങ്ങനത്തെ ചെറിയ സ്ക്രൂ ടൈപ്പ് ഇത് ഇങ്ങനെ കൊടുത്തിക്കാണ്, ഇത് നിലപ്പുറത്ത് നിന്ന് ഇങ്ങനെ കൊടുത്തിക്കാണ്. അപ്പോൾ ഇനി ഇത് കുഴി ചാടുമ്പോൾ പ്രശ്നം വരില്ല. കാരണം എന്താ, ഇതിപ്പോൾ പൊന്തിക്കുമ്പോൾ നല്ല ടൈറ്റ് ഉണ്ട്, ഇത് ഇനി ഇങ്ങനെ താവൂല. പക്ഷെ നല്ല അമർത്തി പ്രസ് ചെയ്താൽ മാത്രമേ ഉള്ളൂ ഇത് താവുള്ളൂ. കണ്ടോ, നല്ല ഉറപ്പിലേക്കാണ് ഇത് കിടക്കുക, അങ്ങനെ പെട്ടെന്നൊന്നും താവൂല. അപ്പോൾ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്താൽ മതി. സാധനം ചെറിയ സ്ക്രൂ അതിന് വേറെ സാധനം ഉണ്ട്, അതിന് കൊടുക്കുന്ന സാധനം അതിന് കൊടുക്കണം, അപ്പോഴേ അതിൻ്റെ വൃത്തിയോടെ ഉണ്ടാവുള്ളൂ. അല്ലാതെ വേറെ ഏതെങ്കിലും സ്ക്രൂ അതിന് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ വരുന്ന ചെറിയ ഞെട്ടുണ്ട്, അതിൻ്റെ ത്രെഡ് പോകും. ഈ ത്രെഡ് പോയി കഴിഞ്ഞാൽ പിന്നെ വലിയ റിസ്ക്കാണ്. കാരണം നമ്മൾ പുറത്തുനിന്ന് പിന്നെ കൊടുക്കുന്ന സാധാ ഹെൽമെറ്റിൻ്റെ സ്ക്രൂ കൊടുക്കണ ഹെൽമെറ്റ് എൻ്റെ സ്ക്രൂ കൊടുക്കാം. പിന്നെ നമ്മൾ വേറെ ഏതെങ്കിലും ഞെട്ടിട്ട് തിരിച്ച് കഴിഞ്ഞാൽ കഴിയൂല. പിന്നെ നമുക്ക് ഗ്ലാസ് മാറ്റാനും കഴിയൂല, ഈ ഗ്ലാസിൻ്റെ ലൂസ് മാറ്റാനും കഴിയില്ല. ഓക്കെ, നോമ്പിനിപ്പോൾ സംഭവം എന്താ അറിയോ, നമ്മൾ നോമ്പിന് രാവിലെ വന്നുകൊണ്ട് നോൽമ്പ് തുറക്കാൻ കണ്ടാണ് നമ്മൾ സാധനം പോക്ക്. ഇതിപ്പോൾ നോൽമ്പ് അല്ലാത്ത അവസ്ഥയിൽ ഇപ്പോൾ വലിയ പ്രശ്നം എന്താണ് ഇപ്പോൾ ഞാൻ മനസ്സിലാക്കിയത്, നോൽബിനാണെങ്കിൽ നമ്മൾ അതിലൂടെ ലയിച്ചു പോവുകയാണ്. ഇതിപ്പോൾ രാവിലെ ചായ പെരിന്ന് കുടിച്ചു വന്നാൽ ഇവിടെ നിന്നിട്ട് കാൽ ചായ കുടിക്കണം. അത് കഴിഞ്ഞാൽ ഉച്ചയ്ക്കുള്ള ചോറിൻ്റെ മാർഗം നോക്കണം, ഉച്ച തിരിഞ്ഞാൽ ചായയും കടിയും വേണം, ഇടയ്ക്കിടയ്ക്ക് വെള്ളം വേണം. നോമ്പിനാകുമ്പോൾ പിന്നെ ആ പ്രശ്നങ്ങളൊന്നും അറിഞ്ഞില്ല. എന്താല്ലേ, നോമ്പിനാകുമ്പോൾ നമുക്ക് ചൂട് പ്രശ്നം ഉണ്ടാവില്ല, വെയിൽ പ്രശ്നം ഉണ്ടാവില്ല. ഉണ്ടായിരുന്നു വെയിൽ ചൂടൊക്കെ പ്രശ്നം തന്നെയാണ്. പക്ഷെ എന്നാലും കൂടി നമ്മളതിന് അതിൽ ലയിച്ചു പോയിരുന്നു. പക്ഷെ നോമ്പല്ലെങ്കിൽ നമുക്ക് ദാഹം കൂടുതലാണ്, മറ്റത് കൂടുതലാണ്. അപ്പോൾ എന്താ വെച്ചാൽ ഭക്ഷണമാണ് നമ്മൾ പ്രശ്നം. നമ്മൾ കഴിക്കണ ഭക്ഷണത്തിനനുസരിച്ചാണ് നമ്മൾ വിശപ്പും നമ്മുടെ ശരീരം നമ്മൾ നിയന്ത്രിക്കുകയാണ്. അപ്പോൾ മധുരമുള്ള സാധനം കഴിച്ചാൽ കൂടുതലായിട്ട് വെള്ളത്തിന് പൂതിയാക്കാണ്. അപ്പോൾ നോമ്പിന് നമ്മൾ മധുരത്തിനോട് നമുക്ക് വലിയ താല്പര്യമില്ല, ശ്രദ്ധിച്ചു നോക്കുള്ളൂ, ഒക്കെ എരിവും പൊടിനോടാണ് താല്പര്യം.